പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനക ആദർശിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോള് മോൻ്റെ അമ്മയ്ക്ക് രക്തം കൊടുത്തു, അത് പോട്ടെ എന്ന് വെക്കാം. ഇപ്പോൾ മോള് കരൾ കൊടുക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചില്ലേ, എന്നിട്ട് എൻ്റെ മോളുടെ പേര് കേൾക്കുന്ന പോലും മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ICUലേക്ക് ഗോവിന്ദനും കനകയും കയറിയ സമയത്തും വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് മോൻ്റെ അമ്മ സംസാരിച്ചത് എന്നൊക്കെ പറയും. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരും അറിയരുത് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ മോളെ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം, മോൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. അവിടെ നിന്നാൽ മോൾക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനമൊക്കെ കിട്ടുമല്ലോ. ഇനി എന്നാണോ മോൾക്ക് അനന്തപുരിയിലെ ഒരു അംഗത്തിനെ പോലെ അവിടെ ജീവിക്കാൻ പറ്റുന്നത്, അന്നേ എൻ്റെ മോളെ വിട്ടു തരത്തുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ അവസ്ഥയിൽ മോനോട് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറയും. അവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിലും മോൾക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന് പറയാണ്. പിന്നീട് അവിടെ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മോളുടെ ജീവന് ഒരു ഉറപ്പുമില്ല. എൻ്റെ മോള് കാച്ചി വെച്ച പാലാണല്ലോ മോൻ്റെ അമ്മ എടുത്ത് കുടിച്ചത്, അത് മോൻ്റെ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ കുടിക്കേണ്ടിയിരുന്നത് എൻ്റെ നവ്യമോളായിരുന്നു. അങ്ങനെ അവൾ കുടിച്ചിരുന്നെങ്കിലോ. നവ്യമോളുടെ കാര്യത്തിലും എനിക്കിപ്പോൾ വല്ലാത്ത ആദ്യമുണ്ട്. പെട്ടെന്ന് തന്നെ 7 മാസം ആവണേന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്ന് പറയും. അതാകുമ്പോൾ ഇനിയിപ്പോൾ 2 മക്കളും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ. ചിലപ്പോൾ അയൽക്കാരും ബന്ധുക്കളൊക്കെ പറയുമായിരിക്കും 2 കെട്ടിച്ച് വിട്ട പെൺമക്കളും അവിടെ വീട്ടിലുണ്ടെന്ന്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നെ ഇങ്ങനെ ആ പാലിൽ വിഷം ചേർക്കാൻ മാത്രം ഒന്നും മനസ്സുള്ളവരൊക്കെ എന്തായാലും അനന്തപുരിയിലുണ്ടല്ലോ, എൻ്റെ മക്കളുടെ ജീവന് അവിടെ ഒരു ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് കനക അങ്ങ് കരയാണ് കേട്ടോ. അപ്പോൾ ആദർശിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അത് കണ്ടിട്ട് കനക പറയുന്നുണ്ടായിരുന്നു, മോനോട് ഈ സമയത്ത് ഇങ്ങനെ പറയാൻ പാടില്ല എന്നറിയാം, എന്തായാലും കനകയുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണെന്നങ്ങ് പറഞ്ഞ് കരഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അവിടെ. ആദർശനാണെങ്കിലും അതൊക്കെ കേട്ടപ്പോഴും ഭയങ്കര സങ്കടമായിട്ടുണ്ട്. പിന്നീട് നന്ദു അനീനെ വിളിക്കുന്നുണ്ടായിരുന്നു. അനീനെ വിളിക്കുന്ന സമയത്തും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ നന്ദു പറയാണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നന്ദു പറയുന്നത്. കനക ഹോസ്പിറ്റലിലേക്ക് പോയ കാര്യം, നയന ഇങ്ങനെ ബ്ലഡ് കൊടുത്തു, അതിൻ്റെ പുറമെ ഇനിയിപ്പോൾ കരളും കൂടെ കൊടുക്കാൻ പോവാണല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയാണ്ട്. അപ്പോൾ അനി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏട്ടത്തി ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഏട്ടത്തിക്ക് ഉണ്ടായതാണല്ലോ എന്ന് പറയും. അപ്പോൾ ആ സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ബ്ലഡ് മാത്രമല്ലല്ലോ കരളും കൊടുക്കാൻ പോവല്ലേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഈ കാര്യം അറിയുന്നത്. അപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഏട്ടത്തി ബ്ലഡ് കൊടുത്തതന്നെ ഈ വീട്ടിൽ പലരും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും ഞാനും അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദുവിന് അങ്ങോട്ട് വരുന്നത് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നതും അവിടെ മറ്റു ചിലർക്കൊന്നും പിടിക്കില്ലല്ലോ, പക്ഷേ എൻ്റെ ചേച്ചിയല്ലേ അവിടെ കിടക്കുന്നത്, ചേച്ചീനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറയും. എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറയും. അപ്പോൾ അനിയും പറയുന്നുണ്ടായിരുന്നു ഞാനും അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. നന്ദുവിന് ശരി എന്ന് തോന്നുന്നത് നന്ദു ചെയ്തോണോ, അവിടെ മറ്റാരുടെ മുഖം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവർ കോള് കട്ട് ചെയ്തിട്ട് പിന്നെ 2 പേരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അനി ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അനിയാണ് കരൾ കൊടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ അനി അത് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എടാ ഇത് മറ്റാരും അറിയണ്ട, മുത്തശ്ശനും മുത്തശ്ശി പോലും അറിയണ്ട എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ടായിരുന്നു, വല്യമ്മ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്, മോൻ്റെ വല്യമ്മ ഇതൊന്നും അറിയുന്നുമില്ല, പക്ഷേ എൻ്റെ മോളെ കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയും. അപ്പോഴാണെങ്കിലും അനി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മയും അപ്പച്ചിയൊക്കെ ഉൾപ്പെടെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട് ഏട്ടത്തിയുടെ ചേച്ചി ഇങ്ങനെ വഴി തെറ്റിയാണ് ആ വീട്ടിലേക്ക് വന്നതെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളാണ് വഴി തെറ്റി അവിടേക്ക് വന്നത് എന്ന് പറയൂ കേട്ടോ. ഒന്നുകിൽ അപ്പച്ചിയോ അബിയോ ആയിരിക്കും ആ പാലിൽ വിഷം ചേർത്തത്, അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അത് ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ടായിരുന്നു. ഞാൻ പലതവണ പറഞ്ഞതാണ് അവളെ എനിക്കിഷ്ടമല്ല, അവളെ എൻ്റെ ജീവിതത്തിൽ കെട്ടിവെക്കേണ്ടതെന്ന്, പക്ഷെ അതൊന്നും അത് ആരും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നന്ദു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു എന്ന് പറഞ്ഞ് അനിയാണെങ്കിലും നന്ദുവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, അനി ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ ചേച്ചിയല്ലേ ഇവിടെ കിടക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അത് മതി എന്ന് പറയൂ കേട്ടോ. ആദർശാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നയന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്ദും അതുപോലെ തന്നെ കനകയൊന്നും അവിടെ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് നയനയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കും. അപ്പോൾ
ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഭംഗിയായിട്ട് ഇങ്ങനെ മരുമകളുടെ കടമ ചെയ്തു, ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ആദർശനും കനകയ്ക്കൊക്കെ ഒരു സമാധാനം ആവുന്നത്. പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് വേണമെങ്കിലും ഇങ്ങനെ ബ്ലഡും അതുപോലെ തന്നെ കരളൊക്കെ കൊടുക്കായിരുന്നു, പക്ഷേ അവളിങ്ങനെ കൊടുക്കില്ല എന്ന് മാത്രമല്ല അവളിങ്ങനെ ആ സമയത്ത് മാറി നിന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവൾ വരും ഏട്ടത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റാരും ഇങ്ങനെ കരൾ കൊടുക്കാൻ മുന്നോട്ട് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയനോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു അതിനുള്ള ഒരു അവസരം നയന കൊടുത്തില്ല, അവളിങ്ങനെ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു, അവൾക്ക് ഇങ്ങനെ അമ്മയ്ക്ക് കരൾ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറയും കേട്ടോ. അതിനുള്ള അവസരം നയന കൊടുത്തില്ല എന്ന് പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴും എനിക്കാണെങ്കിലും ഒക്കെ സങ്കടമാവുന്നുണ്ടായിരുന്നു കേട്ടോ. നയന അത്രയും നല്ല പ്രവൃത്തി ചെയ്തിട്ടും ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നയനെ സ്നേഹിക്കുന്നില്ലല്ലോ, ആ ഒരു സങ്കടം തന്നെയാണ് കേട്ടോ കനകയ്ക്കും ഉണ്ടായിരുന്നത്. പിന്നെ ആദർശ് ദേവയാനീനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് കരൾ തരാൻ വന്നവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ അവരെ ഒന്ന് കാണണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓപ്പറേഷൻ്റെ മുന്നേ എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് അമ്മ മയങ്ങിപ്പോയപ്പോൾ ആ പെൺകുട്ടി വന്നിരുന്നു, ആ സമയത്ത് ഇങ്ങനെ അമ്മ നല്ല മയക്കത്തിലായിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ കുട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര വയസ്സ് കാണും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 25 വയസ്സൊക്കെ ഉണ്ട് എന്ന് പറയും. പിന്നീട് ഇങ്ങനെ ജോലിയുള്ളതാണോ കല്യാണം കഴിഞ്ഞതാണോ കുട്ടികളുണ്ടോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്, ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ് എന്നൊക്കെ പറയും. പിന്നീട് കുട്ടികളൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നയനയുടെ ഏകദേശം പ്രായമേ കാണുള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് നയന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇഷ്ടമാവുന്നില്ല. നിന്നോട് ഞാൻ ആ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ, നിനക്കൊരു ദിവസം ഒരു 10-20 തവണയെങ്കിലും ആ പേര് പറഞ്ഞെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കണം, ഇനിയിപ്പോൾ ജോലി ഇല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു നല്ല ജോലി കൊടുക്കണം എന്നൊക്കെ പറയാണ്. കല്യാണം കഴിഞ്ഞിട്ടും ആ കുട്ടീൻ്റെ ഭർത്താവ് ഇതിനൊക്കെ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഭർത്താവിന് നമ്മൾ ഇങ്ങനെ നല്ല സ്നേഹം ഇതൊക്കെ കൊടുക്കണം, നല്ല ബഹുമാനവും സ്നേഹമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. നീയും അങ്ങനെ ഒരു മോനായിരുന്നു, പക്ഷേ നീ ഇപ്പം നന്നായിട്ട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും നയനയെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് വേണ്ടി അവൾ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് നേരത്തെയും നീ പറഞ്ഞല്ലോ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അവളുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നായിരുന്നെങ്കിൽ അവളെ എനിക്ക് ബ്ലഡ് തരുമായിരുന്നു എന്നൊക്കെ നീ പറഞ്ഞായിരുന്നല്ലോ, ഹൃദയം വേണമെങ്കിലും തരും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നയനനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി. അവൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ നിലയിലായത്, അപ്പോൾ അതിനുള്ളത് എന്തായാലും ഇങ്ങനെ ദൈവം അവൾക്ക് കൊടുത്തോളും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ആദർശിനോട് അങ്ങ് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ കരൾ തന്ന ആ കുട്ടീനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനോട് ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ദേവയാനിക്ക്. കണ്ടിട്ടില്ലെങ്കിലും നയനയാണെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് ആദർശിനെയാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുകയാണ്. നീ ഇപ്പോൾ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും നല്ല സങ്കടത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോരുകയും ചെയ്യുകയാണ്. പിന്നീട് നയനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നയന നല്ല മയക്കത്തിലായിരിക്കും. നയന അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ആദർശിനെ ആകെ സങ്കടമാവുന്നുണ്ട്. ഇങ്ങനെ നയനേനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും തിരിഞ്ഞെന്ന് നയനേനെ നോക്കി ഇങ്ങനെ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് വീണ്ടും സങ്കടത്തിൽ അവിടെ നിന്ന് അങ്ങ് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും നന്ദുവും കനകയും കൂടെ സംസാരിക്കുകയാണ്. അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ നന്ദു പറയുന്ന സമയത്ത് അറിയിക്കേണ്ട, അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അച്ഛനെ കാവലിരിക്കേണ്ടി വരും, 2 തവണ നമ്മളിതുപോലെ കാവലിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ആദർശ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കുമ്പോൾ അവൾ നല്ല മയക്കത്തിലാണ് എന്ന് പറയും. പിന്നെ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു മകൾക്ക് ജന്മം കൊടുത്ത അമ്മ പുണ്യം ചെയ്തവളാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അത് ശരിയാണ്, എൻ്റെ നൈനമോള് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. മോളുടെ അച്ഛന് 2 അറ്റാക്ക് വന്ന് ഇങ്ങനെ കിടന്ന സമയത്ത് മോളാണ് ഞങ്ങളുടെ കുടുംബത്തിനെ താങ്ങി നിർത്തിയത്. ഞാനും എൻ്റെ നവ്യമോളൊക്കെ ഇങ്ങനെ
പല സ്വപ്നങ്ങളും കണ്ടിരുന്നെങ്കിലും എൻ്റെ നൈനമോൾ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സ് മാത്രമേ മോൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നൈനയുടെ അമ്മയാണെങ്കിലും അങ്ങ് കരയാണ് കേട്ടോ. എന്നിട്ട് മോൻ്റെ അമ്മ ഇങ്ങനെ മോളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോളിങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അമ്മായിയമ്മയുടെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും 41 ദിവസം വ്രതം എടുത്ത് 18ാം പടി ചവിട്ടി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളിങ്ങനെ ഇത്തവണ ഇങ്ങനെ മല ചവിട്ടുന്നതും. ഇളയച്ചനും അച്ഛനും ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മല ചവിട്ടുന്നത്. മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ സ്വാമിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാം ശരിയാവും എന്നൊക്കെ പറയാനുണ്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് നൈന അങ്ങനെ കിടക്കുന്നതിൽ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്തും അവളിങ്ങനെ വീട്ടിലെ ഒരു അടുക്കളക്കാരി ആയപ്പോൾ ഞാനും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനൊക്കെ എങ്ങനെ അവളോട് മാപ്പ് പറയും എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി കനകേനോട് ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഒന്നും വേണ്ട മോനെ, അവൾ എന്ത് ജോലി വേണേലും ചെയ്തോട്ടെ, പക്ഷേ അവൾക്ക് ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി. മോൻ്റെ മുത്തശ്ശനും മോനൊക്കെ ഇപ്പോൾ അത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് എന്നറിയാം. പക്ഷേ മോൻ്റെ അമ്മ മോളെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് മോൾക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് ആദർശം അതുപോലെ തന്നെ പറയുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അച്ഛനത് അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, ചേച്ചി സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദു ആണെങ്കിലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ആദർശേട്ടൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ ചേച്ചിക്ക് ഒരു ഇത്തിരി സ്നേഹം കൊടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നന്ദും പറയുകയാണ്. അപ്പോഴും ആദർശ് പറയുന്നുണ്ടായിരുന്നു, എല്ലാം ശരിയാവുമായിരിക്കും, ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഇങ്ങനെ അമ്മ നൈനേനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നൈനേനെ സ്നേഹിക്കുന്നത് അമ്മയായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ആദർശാണെങ്കിലും ഇങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നൈനേനെയും കാണിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റിൽ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.